സാധാരണ കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളുടെ പക്കൽ ഒരു സുരക്ഷിതത്വം അനുഭവിക്കും. അതും അമ്മയുടെ പക്കലാണെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളും വളരെ സേഫായി ഫീൽ ചെയ്യും. ഒരു കുഞ്ഞ് അമ്മയുടെ പക്കൽ എങ്ങനെയായിരിക്കുമോ അതുപോലെ തന്നെയായിരിക്കും എല്ലാ അമ്മമാരും തങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെയായിരിക്കും സംരക്ഷിക്കുന്നത്. എല്ലാ മാതാപിതാക്കൾ ഇങ്ങനെയാണെങ്കിലും, അതായത് 99% മാതാപിതാക്കൾ ഇങ്ങനെയാണെങ്കിലും 1% ആ 1% ഇതിനൊക്കെ നേർ വിപരീതമായിരിക്കും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കേസ്, ഒരു അമ്മ തൻ്റെ സ്വന്തം കുഞ്ഞിനെ 7 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനോട് ചെയ്ത ക്രൂരത നമ്മളെ കൊണ്ടൊന്നും സങ്കല്പിക്കാൻ കഴിയാത്തതാണ്. ഇങ്ങനെയുള്ള അമ്മമാർ ഈ ലോകത്തിൽ ഉണ്ടോ എന്ന് ഈ ഒരു കേസ് നമ്മളെ വലിയ രീതിയിൽ ആശ്ചര്യപ്പെടുത്തും. ശാരീരിക ആരോഗ്യം ഒരു മനുഷ്യന് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യം. അതും ഈ ഒരു കേസിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു. അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയിലേക്ക് പോകുന്ന മുൻപായി നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റുമായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. കൂടാതെ മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനും അത് സഹായിക്കും. വർഷം US ന്യൂയോർക്കിൽ ജനിച്ച ഡീന എന്ന പെൺകുട്ടിയുടെ ജീവിതം ചെറിയ പ്രായം മുതലേ വളരെ ദുഃഖകരമായിരുന്നു. ആ കുഞ്ഞിന് പെട്ടെന്ന് അസഹനീയമായൊരു തലവേദന ഉണ്ടാകുന്നു. 7 വയസ്സ് മാത്രമേ ഉള്ളൂ ആ സമയം. ആശുപത്രിയിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ അവൾക്ക് തലച്ചോറിൽ വ്യത്യസ്തമായ ഒരു രോഗമുള്ളത് കണ്ടുപിടിക്കുന്നു. ആ രോഗത്തിന്റെ പേര് ഹൈഡ്രോസെഫലസ് എന്ന് പറയുന്നു. അതായത് തലച്ചോറിൽ അളവിൽ കൂടുതൽ വെള്ളമുണ്ട്. ഈ വെള്ളമുള്ളത് കാരണം ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകും. അവളുടെ വിഷൻ എല്ലാം ബ്ലറായി കാണും. ചില സമയങ്ങളിൽ എല്ലാ കാഴ്ചകളും രണ്ടായി തോന്നിക്കും. അതുപോലെ ഒരു മനുഷ്യൻ എങ്ങനെയാണോ സാധാരണയായി നടക്കാനും നിൽക്കാനും ഓടാനും കഴിയുന്നത്, അതുപോലെ ഒന്നും ഇവൾക്ക് കഴിയില്ല. നിന്നുകൊണ്ടിരിക്കുകയായിരിക്കും, പെട്ടെന്ന് അവൾ വന്നു വീഴും, അല്ലെങ്കിൽ ബോധം നഷ്ടമാകും. ഇങ്ങനെ തലച്ചോറ് സംബന്ധിക്കുന്ന ഒരുപാട് പ്രശ്നമുള്ളത് കൊണ്ട് ഡോക്ടർ ഇതിനൊരു പരിഹാരം പറഞ്ഞു, ഒരു മേജർ സർജറി ചെയ്യണമെന്ന്. അങ്ങനെ അവളുടെ 8 വയസ്സ് മുതൽ 13 വയസ്സിനുള്ളിൽ, ഈ ഒരു 6 വർഷത്തിനുള്ളിൽ ആ കുഞ്ഞിന്റെ തലയിൽ 8 തവണ സർജറി നടത്തിയാണ് അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഇത്രയേറെ കഠിനമായ ഓപ്പറേഷൻ അവൾ അനുഭവിച്ചെങ്കിലും വളരെ ധൈര്യത്തോടു കൂടി ജീവിതവുമായി പോരാടി മറ്റു കുഞ്ഞുങ്ങളെ പോലെ സ്കൂളിൽ പോകണം, പഠിക്കണം, ജോലിക്ക് പോകണം, ആ ഒരു ആഗ്രഹത്തോടു കൂടി അവൾ ആ ജീവിതത്തെ നേരിടാൻ തുടങ്ങി. സാധാരണ ഇങ്ങനെയുള്ള സർജറി ചെയ്യുമ്പോൾ തലയിൽ മുട്ടയടിക്കും. അങ്ങനെ അവളും ഇടയ്ക്കിടയ്ക്ക് മുട്ടയടിച്ച് സ്കൂളിൽ പോകുന്നത് കൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം അവളെ കളിയാക്കാൻ തുടങ്ങി. അതും അവളുടെ മനസ്സിൽ വലിയൊരു ആഘാതം ഉണ്ടാക്കുന്നു. എന്നാൽ ഇത്രയേറെ ദുഃഖവും വേദനയും പരിഹാസങ്ങളും അവളുടെ ജീവിതത്തിൽ വന്നാലും എല്ലാം മറികടന്ന് അവൾ സ്കൂൾ ജീവിതം അവസാനിപ്പിച്ച് കോളേജിലേക്ക് പോകുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ജോൺ എന്നയാളെ പരിചയപ്പെടുന്നു. രണ്ടുപേരും സൈക്കോളജി കോഴ്സാണ് ചെയ്യുന്നത്. രണ്ടുപേരും പരസ്പരം കാണുന്നു, പ്രണയിക്കുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും പഠിച്ച് അവസാനിപ്പിച്ച് ജോലിക്ക് പോകണം എന്നാണ് ആഗ്രഹം. പക്ഷെ ജോൺ അങ്ങനെയല്ല. വെറുതെ കോളേജിൽ പോവുക, കറങ്ങി നടക്കുക, ജീവിതം ആസ്വദിക്കുക. അങ്ങനെ അവൻ വിദ്യാഭ്യാസത്തിൽ അധികം ശ്രദ്ധിക്കാതെ പഠിത്തം പകുതിയിൽ വെച്ച് തന്നെ അവസാനിപ്പിക്കുന്നു. ടീൻ അവസാനം വരെയും പഠിച്ച് അവളുടെ സൈക്കോളജിക്കൽ കോഴ്സ് അവസാനിപ്പിക്കുന്നു. ഇവരുടെ പഠിത്തം അവസാനിച്ചതും 2 വീട്ടുകാരും സമ്മതത്തോടു കൂടി വിവാഹം കഴിച്ച് ടെക്സസിൽ ഒറ്റയ്ക്ക് ഒരു വീടെടുത്ത് അവരുടെ ജീവിതം അവിടെ ആരംഭിച്ചു. കുറച്ചു ദിവസം ഈ ദമ്പതികളുടെ ജീവിതം വളരെ സന്തോഷകരമായി പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിനിടയ്ക്ക് അവൾക്ക് 3 തവണ അബോർഷനായി. എങ്ങനെയും ഒരു കുഞ്ഞ് ജനിക്കില്ല എന്ന വലിയൊരു ആഗ്രഹം 2 പേർക്കും വരാൻ തുടങ്ങി. ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ അടുത്തടുത്ത് 2 പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു. ഭാര്യ, ഭർത്താവ്, 2 കുഞ്ഞുങ്ങൾ. സന്തോഷകരമായ ജീവിതം പോയാലും നേരത്തെ പറഞ്ഞതുപോലെ ഭർത്താവായ ജോൺ വിദ്യാഭ്യാസം പകുതിയിൽ അവസാനിപ്പിച്ചതുകൊണ്ട് അയാളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ശരിയായ ജോലി കിട്ടിയില്ല. അങ്ങനെ കിട്ടിയാലും വളരെ കുറഞ്ഞ ശമ്പളം മാത്രമേ കിട്ടിയുള്ളൂ. അതേസമയം ടീന പഠിച്ച് അവസാനിച്ചത് കൊണ്ട് നല്ല രീതിയിൽ സമ്പാദിക്കാൻ തുടങ്ങി. 2 പേരും സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ 2 കുഞ്ഞുങ്ങളുമുണ്ട്. അതിനാൽ ഇവർക്ക് കിട്ടുന്ന ആ ഒരു വരുമാനം കുടുംബത്തിന്റെ ചിലവുകൾക്ക് തികയാതാകുന്നു. ഇപ്പോൾ സാമ്പത്തികമായ പല പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടാക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സമാധാനം നഷ്ടപ്പെടുന്നു. ഈ സമാധാനം തേടി ഇവർ ചർച്ചിൽ പോകാൻ തുടങ്ങി. അവരുടെ വീടിനടുത്ത് ഫണ്ടമെന്റലിസ്റ്റ് ചർച്ച് എന്ന ഒരു പള്ളിയുണ്ട്. അവിടെ ഡോയൽ എന്നയാളാണ് പാസ്റ്റർ. ദിവസവും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഈ ദമ്പതികൾക്ക് ഒരുപാട് സന്തോഷമാകും. അവരുടെ മനസ്സൊന്ന് ശാന്തമാകും. ദുഃഖമെല്ലാം മറന്ന് അവരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഈ പാസ്റ്ററുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർ മുഴുവനായും മറക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ ചർച്ചിൽ പോകാനും തുടങ്ങി. ടീന എന്ന പെൺകുട്ടിക്ക് ചെറിയ പ്രായത്തിൽ തലയിൽ ഒരുപാട് സർജറി ചെയ്തതുകൊണ്ട്
ആ സമയം മുതലേ അവൾക്ക് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് അവളുടെ ഭർത്താവായ ജോണിനും നന്നായി അറിയാം. എങ്കിലും ഭർത്താവ് അവളെ നന്നായി നോക്കുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ 2 കുഞ്ഞുങ്ങളുമായി ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2004 വർഷം ഇവർക്ക് മൂന്നാമതായി ഒരു കുഞ്ഞ് ജനിച്ചു. അവൾക്ക് മാർഗ്രറ്റ് എന്ന പേര് കൊടുത്തു. നേരത്തെ ടീനയ്ക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ട്, 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഇപ്പൊ മൂന്നാമതായി ഒരു കുഞ്ഞു വന്നപ്പോൾ അവളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നു. ആ കുഞ്ഞ് ജനിച്ച 2 മാസത്തിൽ തന്നെ അവൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും 2-3 മാസം ചികിത്സയെടുത്ത് തിരികെ വീട്ടിലേക്ക് വരുന്നു. ഈ സമയം ഡോക്ടേഴ്സ് ജോണിനോട് പറഞ്ഞത്, ഡീനയ്ക്ക് ഇപ്പൊ മൂന്നാമതൊരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം മാനസിക സമ്മർദ്ദം കൂടിയിട്ടുണ്ട്. ഞങ്ങൾ നൽകിയ മരുന്നുകൾ ശരിയായ രീതിയിൽ കഴിച്ചില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്ന് ഭർത്താവിനോട് പറഞ്ഞു. എന്നാൽ ഭർത്താവ് ആ സമയം ചിന്തിച്ചത്, ഡോക്ടർ ഒരുപാട് മരുന്നുകൾ നൽകും, അതെല്ലാം കഴിച്ചുകൊണ്ടിരുന്നാൽ ജീവിതകാലം മുഴുവനും കഴിച്ചുകൊണ്ടിരിക്കണം, ഒന്നും അവസാനിക്കാനും പോകുന്നില്ല, എന്ത് ചെയ്താലും യാതൊരു പ്രയോജനവുമില്ല, അതിനാൽ ഇതൊന്നും കഴിക്കണ്ട എന്ന് ഭാര്യയോട് പറഞ്ഞു. ഇപ്പോഴാണോ ടീനയ്ക്ക് ഈ ഒരു മാനസിക രോഗം ആദ്യമായി വന്നതെന്ന് ചോദിച്ചാൽ ഇല്ല. ഈ മൂന്നാമതായി കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ ഈ 2 കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം വളരെ വിചിത്രമായി പെരുമാറാൻ തുടങ്ങി. അപ്പോൾ അവളുടെ ഭർത്താവിന് ഒരു ഭയം വന്നു. തന്റെ കുഞ്ഞുങ്ങളെ അവൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയം വന്ന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയും അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി അവളെ ചികിത്സിക്കുന്നു. ഈ സമയം ഡോക്ടേഴ്സ് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ വളർത്താൻ ടീനയ്ക്ക് കഴിയില്ല, അവളുടെ കൂടെ കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആപത്താണെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞുങ്ങളെയും ടീനയെയും കുറച്ചു ദിവസം വേർപിരിഞ്ഞ് താമസിച്ചു. എന്നാൽ 1 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ഇങ്ങനെ ടീനയ്ക്ക് പല വർഷമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. മൂന്നാമതായി കുഞ്ഞ് ജനിച്ചപ്പോൾ വീണ്ടും ആ പ്രശ്നം കൂടി. എന്നാൽ ടീന ഈ ഡോക്ടർ നൽകിയ മരുന്നുകൾ കഴിക്കുകയും ചെയ്തില്ല. ഭർത്താവായ ജോൺ അത് കഴിക്കാൻ അവളോട് ആവശ്യപ്പെട്ടതുമില്ല. അതിനാൽ ടീനയുടെ മാനസികമായ പ്രശ്നം ദിവസം കഴിയുന്തോറും വർദ്ധിക്കാൻ തുടങ്ങി. എന്നാൽ അത് അവളുടെ കുടുംബത്തിൽ വലിയൊരു ആപത്ത് സൃഷ്ടിക്കുമെന്ന് ആ സമയം അവർ ആരും അറിഞ്ഞിരുന്നില്ല. ടീന ഈ മരുന്നുകൾ അവസാനിപ്പിച്ചപ്പോൾ അവൾക്ക് മാനസിക പ്രശ്നം അധികമാകാൻ തുടങ്ങി. പക്ഷെ ഇപ്പോൾ ഭർത്താവ് പറഞ്ഞത്, മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ചർച്ചിൽ പോകുന്നുണ്ടല്ലോ, അവിടെ ഡോയൽ എന്ന പാസ്റ്ററുടെ പ്രസംഗം കേട്ടാൽ നമ്മുടെ മാനസിക പ്രശ്നം എല്ലാം മാറുമെന്ന് പറഞ്ഞ് മരുന്നുകൾ അവസാനിപ്പിച്ചിട്ട് ആ പാസ്റ്ററുടെ പക്കൽ ചെന്നിരുന്ന് പ്രസംഗം കേൾക്കാൻ തുടങ്ങി. എത്ര സമയം പറ്റുമോ അത്രയും സമയം ആ പള്ളിയിൽ തന്നെ സമയം ചിലവഴിക്കാൻ തുടങ്ങി. 2004 നവംബർ മാസം 21 ആ ദിവസം ടീനയ്ക്ക് വളരെ വ്യത്യസ്തമായ ഒരു ചിന്ത വരാൻ തുടങ്ങി. തനിക്ക് ജനിച്ച മൂന്നാമത്തെ കുഞ്ഞ്, ആ കുഞ്ഞ് താൻ ദിവസവും പള്ളിയിൽ പോയി പ്രസംഗം കേൾക്കുന്ന ആ ഡോയൽ എന്നയാളുടെ ഭാര്യയാകണമെന്ന് ദൈവം ഉത്തരവിട്ടിട്ടുണ്ട്. അതിനാൽ തന്റെ 6 മാസം പ്രായമുള്ള ആ കുഞ്ഞിനെ ആ പാസ്റ്ററുടെ പക്കൽ കൊണ്ടു കൊടുക്കാൻ പോകുന്നു എന്ന രീതിയിൽ ഭർത്താവായ ജോണിനോട് അവൾ ഈ കാര്യം പറഞ്ഞു. ഇപ്പൊ ജോണിന് നല്ല ദേഷ്യം വന്നു. നിനക്കെന്താ ഭ്രാന്താണോ? 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ പാസ്റ്ററുടെ കയ്യിൽ കൊടുക്കണം എന്ന് നീ പറയുന്നല്ലോ. ഇങ്ങനെ അവർക്കിടയിൽ വഴക്കുണ്ടാവുകയും ജോൺ ദേഷ്യത്തിൽ ജോലിക്ക് പോവുകയും ചെയ്തു. പക്ഷേ ടീനയുടെ മനസ്സിൽ ആ ചിന്ത വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. അതായത് ദൈവം തൻ്റെ കാതുകളിൽ പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ കൊണ്ട് പാസ്റ്ററുടെ കയ്യിൽ കൊടുക്കുക എന്ന്. ഈ പാസ്റ്റർക്ക് ഭാര്യയാകാൻ വേണ്ടിയാണ് ഈ കുഞ്ഞിനെ ഞാൻ ഈ ലോകത്തിലേക്ക് അയച്ചത്. ഈ ഒരു രീതിയിൽ ദൈവം പറയുന്നത് പോലെ അവളുടെ കാതിൽ ഒരു ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. അടുത്ത ദിവസം അവൾ വളരെ സാധാരണ രീതിയിൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊരു സംഭവം നടന്നു. സൂവിനുള്ളിൽ കാഴ്ച കാണാൻ പോയ ഒരു കുഞ്ഞിനെ അവിടെ കൂടിനുള്ളിൽ അടച്ചിരുന്ന ഒരു സിംഹം പുറത്തേക്ക് വന്ന് ആക്രമിക്കാൻ തുടങ്ങി. ഇത് TV-യിൽ വലിയൊരു ന്യൂസായി കാണിക്കാൻ തുടങ്ങി. ഈ സമയം ടീന ഇത് കണ്ടിട്ട് പറഞ്ഞത്, ഇന്നലെ തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെ പാസ്റ്ററുടെ കയ്യിൽ കൊണ്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഭർത്താവ് വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ദൈവത്തിന് ദേഷ്യം വന്നു. അത് കാരണമാണ് ലോകത്തിൽ പല രീതിയിലുള്ള ആപത്തുണ്ടാക്കുന്നത്. അതിനാൽ തൻ്റെ കുഞ്ഞിനെ ദൈവത്തിന് കാഴ്ചയായി സമർപ്പിക്കണം എന്ന് ചിന്തിക്കുന്നു. അതും ദൈവം തന്നെ കാതിനുള്ളിൽ വന്ന് പറയുന്നത് പോലെ. പാസ്റ്റർക്ക് കൊടുത്തില്ലെങ്കിൽ സാരമില്ല, ആ കുഞ്ഞിനെ എനിക്ക് തന്നാൽ മതി, എനിക്ക് കാഴ്ചയായി തായെന്ന് ദൈവം ചോദിച്ചതുകൊണ്ട് അടുത്ത് ടീന ചെയ്ത കാര്യം നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ്. അവൾ നേരെ അടുക്കളയിലേക്ക് പോകുന്നു. ഒരു വലിയ കത്തി എടുത്തുകൊണ്ടുവന്ന് അവളുടെ സ്വന്തം കുഞ്ഞ്, 6 മാസമുള്ള കുഞ്ഞിൻ്റെ ഒരു കൈ വെട്ടുന്നു. അതിനുശേഷം മറ്റൊരു കൈയും വെട്ടുന്നു. ഇത് കഴിഞ്ഞ് 2 കാലുകളും വെട്ടി അവസാനം ആ കുഞ്ഞിൻ്റെ കഴുത്ത് അത് വെട്ടിമാറ്റുന്നു. ആ കുഞ്ഞ് പിടഞ്ഞു മരിക്കുന്നു. ഓരോന്നായി വെട്ടിയെടുക്കുമ്പോൾ ആ കുഞ്ഞ് നിലവിളിച്ച് കരയുന്നുണ്ട്. ആ കുഞ്ഞിന്റെ രക്തം വീട് മുഴുവനും തെറിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞിനെ കൊല്ലുന്ന ആ പ്രവർത്തനത്തിൽ ടീനയുടെ ശരീരത്തിലും ചില മുറിവുകൾ ഉണ്ടാകുന്നു. ഈ ഒരു കൃത്യം ചെയ്ത് അവസാനിച്ചിട്ട് ടീന ഉടനെ 911 വിളിച്ചു. എന്നിട്ട് പറഞ്ഞത്, ദൈവം എൻ്റെ കുഞ്ഞിനെ കാഴ്ചയായി ചോദിച്ചു, ഞാൻ ദൈവത്തിന് കൊടുത്തു, ഇത് നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ് വിളിച്ചതെന്ന്. പോലീസിന് അപ്പം തന്നെ കാര്യം മനസ്സിലായി. ഉടൻ തന്നെ പോലീസും പാരാമെഡിക് ടീമും വന്ന് നോക്കുന്നു.
എവിടെ നോക്കിയാലും രക്തമായിരുന്നു. ആ കുഞ്ഞിന്റെ ശരീരം അത് കാണാൻ പോലും പോലീസുകാർക്ക് കഴിഞ്ഞില്ല. അവർക്ക് കണ്ണു തുറന്ന് അല്ലെങ്കിൽ തലപൊക്കി നോക്കാൻ പോലും കഴിയാത്തൊരു കാഴ്ച. ആ കാണുന്ന ആ സെക്കൻഡ് തന്നെ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അത്രത്തോളം ഭയാനകമായ വളരെ ക്രൂരമായൊരു കാഴ്ചയായിരുന്നു അവർക്ക് മുൻപിലുണ്ടായിരുന്നത്. ഈ ഒരു കേസിനെ സംബന്ധിച്ച് ടീന മാനസിക ആരോഗ്യം ഇല്ലാതെയാണ് കുഞ്ഞിനെ കൊന്നത്. ഇതെല്ലാവർക്കും അറിയാം. എന്നാൽ മറ്റു ചിലർ പറയുന്നത്, അതും അവളുടെ ഭർത്താവ് പറയുന്നത്, ഈ പാസ്റ്റർ ഡോയൽ എന്നയാൾ എപ്പോഴാണോ ഞങ്ങൾ ആ പള്ളിയിൽ പോകാൻ തുടങ്ങിയത് അപ്പോൾ മുതലാണ് എൻ്റെ ഭാര്യ മരുന്നുകൾ അവസാനിപ്പിക്കാൻ തുടങ്ങിയത്. അയാളുടെ പ്രസംഗം കേട്ടാണ് അവൾ മുഴുഭ്രാന്തിയായി മാറിയത് എന്ന് എല്ലാവരും ആ പാസ്റ്ററെ കുറ്റം പറയാൻ തുടങ്ങി. എന്നാൽ അയാൾ പറഞ്ഞത്, നോക്കൂ, ഞാൻ പള്ളിയിൽ സാധാരണ നടത്തുന്ന പ്രസംഗം പോലെയാണ് എപ്പോഴും ചെയ്യുന്നത്. അത് 1000 പേർ കേട്ടിട്ടുണ്ടാകും. എന്നാൽ എല്ലാവരും അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. ഇവൾക്ക് നേരത്തെ മാനസികമായ പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ട് അവൾ അങ്ങനെ ചെയ്തു. ഇതിനും എനിക്കും യാതൊരു ബന്ധവുമില്ല എന്ന് ആ പാസ്റ്റർ പറഞ്ഞു. അവസാനം 2 ഭാഗത്തുള്ള വാദവും കേട്ട് ടീനയുടെ പഴയ മെഡിക്കൽ ഹിസ്റ്ററി, അവൾക്ക് ചെറിയ പ്രായത്തിൽ ചെയ്ത സർജറി, ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് ജഡ്ജി പറഞ്ഞത്, ടീന അവളുടെ സ്വയബോധമില്ലാതെ മാനസികമായ പ്രശ്നമുള്ളതുകൊണ്ട് ടെമ്പററി ഇൻസാനിറ്റി, യാതൊരു ബോധവുമില്ലാതെയാണ് ദൈവത്തിന് കാഴ്ച നൽകണം എന്ന ഭ്രാന്തമായ ഒരു തീരുമാനം എടുത്തത്. അങ്ങനെയാണ് ആ കുഞ്ഞിനെ കൊന്നത്. താൻ ചെയ്തത് ഒരു കുറ്റമാണ്, ഒരു കൊലപാതകമാണ് എന്നറിയാതെ അവൾ ചെയ്തതുകൊണ്ട് അവളെ കുറ്റവാളി എന്ന് പറഞ്ഞ് ശിക്ഷ നൽകാൻ കഴിയില്ല. എന്നാൽ അതേസമയം അവൾ നിരപരാധിയാണെന്ന് പറഞ്ഞ് അവളെ റിലീസ് ചെയ്യാനും കഴിയില്ല. അതിനാൽ ടീനയുടെ മാനസികാരോഗ്യം ശരിയാകുന്നതുവരെ അവൾ സൈക്കാട്രി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ശരിയായി ചികിത്സ നൽകണം എന്നും വിധി വന്നു. ഈ ടീന ആശുപത്രിയിൽ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവളെപ്പോലെ ഒരുപാട് പേർ അവിടെ ചികിത്സ എടുക്കുന്നുണ്ട്. അതിൽ ആൻഡ്രിയ എന്നൊരു സ്ത്രീയെ അവൾ പരിചയപ്പെടുന്നു. ഈ ആൻഡ്രിയ എയ്ഡ്സ് എന്ന സ്ത്രീ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണോ ടീന ഒരു കുഞ്ഞിനെ കൊന്നത് അതുപോലെ ആൻഡ്രിയ എയ്ഡ്സ് എന്ന ആ സ്ത്രീ തൻ്റെ 5 മക്കളെയും കൊന്നവളാണ്. ഭ്രാന്ത് പിടിച്ച് തൻ്റെ സ്വന്തം മക്കളെ കൊന്ന് ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി വന്നു. നീ ഒരു കുഞ്ഞിനെ കൊന്നു, ഞാൻ 5 കുഞ്ഞിനെ കൊന്നു, നമുക്കിടയിൽ നല്ലൊരു സൗഹൃദം ഉണ്ടാകുമെന്ന് പറഞ്ഞ് 2 പേരും കൂട്ടുകാരികളായി. ഈ ആൻഡ്രിയ എയ്ഡ്സിനെ കുറിച്ചുള്ള കേസ് നിങ്ങൾക്ക് പ്രത്യേകം അറിയണമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയുക. അത് ഒരു പ്രത്യേക വീഡിയോ ആയി തന്നെ ചെയ്യാം. ഒരു 4 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം ഈ ടീനയുടെ മാനസികാരോഗ്യം മെച്ചപ്പെടാൻ തുടങ്ങി. 2008 അവസാനത്തോടു കൂടി അവൾ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആകുന്നു. ഡിസ്ചാർജ് കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിലേക്ക് വന്ന് പരിശോധന നടത്തണം. അവളുടെ ആരോഗ്യം ശരിയാണോ, പെരുമാറ്റത്തിൽ വിചിത്രമായ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താലോ വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം എന്ന നിബന്ധനയോടുകൂടി 2008 വർഷം അവളെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്നു. എന്നാൽ അവൾ ആശുപത്രിയിൽ കഴിയുന്ന ഒരു സമയത്ത് തന്നെ കോടതിയിൽ മറ്റൊരു വിധി വരുന്നു. ഇനി മുതൽ കുഞ്ഞുങ്ങളെ വളർത്താൻ ടീനയ്ക്ക് യാതൊരു യോഗ്യതയുമില്ല. ഏതൊരു കുഞ്ഞും ടീനയുടെ കൂടെയുള്ളത് ആപത്താണ്. അതിനാൽ അവളുടെ ആദ്യത്തെ 2 കുഞ്ഞുങ്ങളെയും ഭർത്താവിന്റെ കസ്റ്റഡിയിൽ കൊടുത്തു. പക്ഷെ ഭർത്താവ് ശരിയായ ജോലിയില്ല, കുഞ്ഞുങ്ങളെ നന്നായി വളർത്താനും കഴിയില്ല. അതിനാൽ ജോണിന്റെ സഹോദരി കുഞ്ഞുങ്ങളെ നന്നായി നോക്കണം എന്ന നിബന്ധനയോടുകൂടിയായിരുന്നു ആ ഒരു കോടതി വിധി വന്നത്. അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളുടെ കസ്റ്റഡി കോടതി ജോണിന്റെ പക്കൽ കൊടുത്തത്. ഇങ്ങനെ വർഷങ്ങൾ പോകുന്നു. 2008 ടീന ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അങ്ങനെ അവൾ അവളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നു. ഒരു ദിവസം അവളുടെ വീടിനടുത്തുള്ള ഒരാൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. യാതൊരു ബന്ധവുമില്ലാതെ ടീന തെരുവിലൂടെ നടന്നു പോവുകയാണ്. ഒറ്റയ്ക്ക് പോകുന്നുണ്ട്, പക്ഷേ എന്തോ സംസാരിച്ച് നടന്നു പോകുന്നത് കണ്ടു. അവളുടെ പെരുമാറ്റം തന്നെ വളരെ വിചിത്രമായതുകൊണ്ട് പെട്ടെന്ന് പോലീസിന് വിവരം അറിയിക്കുന്നു. അവൾക്ക് ഇപ്പോഴും മാനസികമായ പ്രശ്നമുണ്ട്, അതൊന്നും മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് 2008 വർഷം വീണ്ടും അതേ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ വീണ്ടും ഒരു 4 വർഷം ചികിത്സ എടുക്കുന്നു. ഇതിനുശേഷം അവൾ ശരിയായി എന്ന് പറഞ്ഞ് 2012 അവളുടെ പേര്, ഐഡന്റിറ്റി എല്ലാം മാറ്റി ആശുപത്രിയിൽ നിന്നും അവൾ റിലീസ് ചെയ്തു. ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അവൾക്ക് പുതുതായി ഒരു പേര് വന്നു, ഒരു പുതിയ ജീവിതം കിട്ടി, ശാരീരിക രീതിയൊക്കെ മാറി. പറഞ്ഞു വന്നാൽ സ്വന്തം കുഞ്ഞിനെ കൊന്ന ടീനയാണോ ഇത് എന്ന് ആരെ കൊണ്ടും അത്ര പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. അതിനാൽ ടീന ചെയ്തത് ജോലിക്ക് പോകണം, ഭക്ഷണം കഴിക്കണം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അതിനായി 2012 ഒരു വാൾമാർട്ട് സ്റ്റോറിൽ ജോലിക്ക് പോകുന്നു. ബില്ലിംഗ് സെക്ഷനിൽ ജോലിയെടുത്തു. ഇപ്പോൾ ഈ ഒരു കേസ് വളരെ ക്ലോസ് ആയി ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇവരെ കണ്ടിട്ട് എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടായി. വളരെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ഇത് സ്വന്തം കുഞ്ഞിനെ കൊന്ന ആ ഒരു സ്ത്രീ അല്ലേ, ഇവൾ ഇവിടെ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ് അയാളത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. ആ സമയം വരെയും ഒരു കുഞ്ഞിനെ കൊന്ന ടീനയാണ് ഇത് എന്നറിയാതെയായിരുന്നു ആ കമ്പനി അവളെ ജോലിക്കെടുത്തത്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രം വൈറൽ ആയതോടുകൂടി അവളെ ജോലിയിൽ നിന്നും പറഞ്ഞയക്കുന്നു. പിന്നീട് പല സ്ഥലങ്ങളിൽ ജോലിക്കായി പോകുന്നു, ഒരുപാട് കഷ്ടപ്പെടുന്നു.
ഇന്നുവരെയും ആ ടീന ഒറ്റയ്ക്കാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതി വിധി അനുസരിച്ച് അവളുടെ ജീവിതകാലം മുഴുവനും അവൾ 2 കുഞ്ഞുങ്ങളെയും കാണാൻ പാടില്ല. അതിനാൽ ഈ ഒരു സംഭവം ചെയ്ത് ആശുപത്രിയിലേക്ക് പോയി തിരികെ വന്നു. അത് കഴിഞ്ഞ് ഭർത്താവിനെ കണ്ടിട്ടില്ല, 2 കുഞ്ഞുങ്ങളെയും കണ്ടിട്ടില്ല. അവസാനമായി കിട്ടിയ വിവരമനുസരിച്ച് ടീന ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് വന്ന് ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നു. ഇതാണ് സത്യം. ഈ ഒരു കേസ് കാണുമ്പോൾ നമുക്ക് ടീനയോട് വല്ലാത്തൊരു വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നും. സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്ന്. അവർ ചെയ്തത് തെറ്റാണ്. പക്ഷേ ഈ കേസ് നന്നായി ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. ടീനയും ഒരു ഇരയാണ്. ചെറിയ പ്രായം മുതൽ അത്രയേറെ സർജറി ചെയ്ത് അത്രയേറെ മാനസികമായും ശാരീരികമായും പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒരു പക്ഷെ ശരിയായ രീതിയിൽ ചികിത്സ എടുത്ത് ഭർത്താവ് അവളെ നന്നായി നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനൊരവസ്ഥ ഒരു പക്ഷെ അവൾക്ക് ഉണ്ടാകില്ലായിരുന്നു. ഈ കൊലപാതകത്തിൽ ഇൻഡയറക്റ്റായും ജോണും ഒരു കാരണമെന്നാണ് എനിക്ക് തോന്നിയത്. എന്നെ സംബന്ധിച്ച് ഒരു ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ വളരെ സന്തോഷകരമായി ജീവിക്കണം എന്നത് മാത്രമല്ല, ഭർത്താവിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ശാരീരികമായാലും മാനസികമായാലും ഭാര്യ മുഴുവൻ സപ്പോർട്ടായിരിക്കണം. അതുപോലെ തന്നെ ആയിരിക്കണം ഭാര്യയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഭർത്താവും. ആ ഒരു ബോണ്ട് ഇവർക്ക് 2 പേർക്കും ഇടയിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഭർത്താവ് ശരിയായി സപ്പോർട്ട് ചെയ്ത് ട്രീറ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിച്ച് മരുന്ന് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ടീന സുഖമായിരിക്കുമായിരുന്നു. ആ കുഞ്ഞും ഇന്ന് ജീവനോടിരിക്കുമായിരുന്നു. ഈ കേസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ശാരീരിക ആരോഗ്യം എത്രത്തോളമാണോ പ്രധാനം അത്രത്തോളം തന്നെ പ്രധാനപ്പെട്ടതാണ് മാനസികാരോഗ്യവും. പണ്ടൊക്കെ മാനസിക പ്രശ്നം എന്ന് പറയുമ്പോൾ അയാൾക്ക് ഭ്രാന്താണ്, അയാൾക്ക് മുഴുവട്ടാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ മാനസികമായ പ്രശ്നം, മാനസികാരോഗ്യം എന്നതൊക്കെ വളരെ നിസ്സാരമായൊരു കാര്യമാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ജീവിതം അത്രത്തോളം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിതമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് മാനസിക പ്രശ്നമുണ്ട്, ഒരുപാട് സ്ട്രെസ്, ഡിപ്രഷനാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട് സംസാരിക്കുക. ആവശ്യപ്പെടുകയാണെങ്കിൽ നല്ലൊരു ഡോക്ടറെ കണ്ട് അതിനാവശ്യമായ ചികിത്സ എടുക്കുക. ഇത് അത്ര വലിയ മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ആരും നിങ്ങളെ ഭ്രാന്തി എന്ന് പറയുകയൊന്നുമില്ല. തീർച്ചയായും നിങ്ങൾക്ക് മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചികിത്സ എടുത്താൽ അത് വരും കാലത്ത് വരുന്ന ആപത്തിനെ തടയാൻ സാധിക്കും. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.